ഓഗസ്റ്റ് 15 വെറുമൊരു സ്വാതന്ത്ര്യദിന ആഘോഷം മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണി കീഴടക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊരു മറുപടിയായി ഇനി ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ മതി എന്ന് ഇന്ത്യക്കാർ ഒന്നടങ്കം തീരുമാനിച്ച ഒരു കാലം. ആ തീരുമാനത്തിൽ നിന്നാണ് സ്വദേശി പ്രസ്ഥാനം ഉടലെടുത്തത്. ഈ പ്രസ്ഥാനം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് സാമ്പത്തിക സ്വാശ്രയത്വത്തിനായുള്ള ഒരു മുന്നേറ്റം കൂടിയായിരുന്നു. ഇന്ത്യയുടെ ആത്മാവിൽ നിന്ന് പിറവിയെടുത്ത് തലമുറകളെ അതിജീവിച്ച് ഇന്ന് നമ്മുടെ എല്ലാം വീടുകളിൽ ഒരു സ്ഥാനമുള്ള ചില ബ്രാൻഡുകളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ഉദയം കൊണ്ട ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായി മാറിയ ആ ബ്രാൻഡുകളുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ബോറോലിൻ. നിങ്ങളുടെ വീട്ടിലെ പഴയ പെട്ടികളിലോ അലമാരികളിലോ പച്ച നിറത്തിലുള്ള ഈ ചെറിയ ട്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മുറിഞ്ഞാലും ഉപ്പുറ്റി വിണ്ടാലും വരണ്ട ചർമ്മത്തിനും ഒരേ ഒരു പരിഹാരമായി നമ്മളുടെ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ബോറോയിൻ. ഇതൊരു സാധാരണ സ്കിൻ ക്രീം അല്ല. 1929 സ്വാതന്ത്ര്യ സമരം കത്തി നിൽക്കുന്ന സമയത്ത് ഗൗർ മോഹൻ ദത്ത എന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ വക്താവ് വിദേശ ക്രീമുകളോട് മത്സരിക്കാൻ തിരഞ്ഞെടുത്ത ഒരു ആയുധമായിരുന്നു ഇത്. പച്ച നിറത്തിലുള്ള പാക്കിങ്ങും അതിലെ ആനയുടെ ചിഹ്നവും കാരണം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ആളുകൾ ഇതിനെ സ്നേഹത്തോടെ ഹത്തിവാല ക്രീം എന്ന് വിളിച്ചു. 94 വർഷങ്ങൾക്കിപ്പുറവും അതേ സുഗന്ധവും ഗുണമേന്മയുമായി ബോറോലിൻ നമ്മുടെ കൂടെയുണ്ട്. ഇത് വെറുമൊരു ക്രീമല്ല, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ വെല്ലുവിളിച്ച് ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. റൂ ഹഫ്സ. അടുത്തത് ഇന്ത്യയിലെ ചുട്ടുപൊള്ളുന്ന വേനലിൽ നിന്ന് ആശ്വാസം നൽകാൻ പിറവിയെടുത്ത ഒരു പാനീയമാണ്. പേര് പോലെ തന്നെ ആത്മാവിന് കുളിർമയേകുന്ന റൂ ഹഫ്സ 1906 പഴയ ഡൽഹിയിൽ ഹക്കീം ഹാഫിസ് അബ്ദുൽ മജീദ് എന്ന യുനാനി വൈദ്യനാണ് ഈ ഹെർബൽ സർബത്ത് തയ്യാറാക്കിയത്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒരു കൂട്ടായിരുന്നു ഇത്. കടുത്ത വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇത് വികസിപ്പിച്ചത്. നൂറ്റാണ്ടൊന്ന് കഴിഞ്ഞിട്ടും റമദാൻ നോമ്പ് തുറകളിലും ആഘോഷങ്ങളിലും നമ്മുടെ എല്ലാം ദാഹം അകറ്റാൻ റൂ ഹഫ്സ ഇന്നും മുന്നിൽ തന്നെയാണ്. ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഈ പേര് അന്വർത്ഥമാക്കുന്ന അനുഭവം. മൈസൂർ സാൻഡൽ സോപ്പ്. ഇനി നമുക്ക് തെക്കേ ഇന്ത്യയിലേക്ക് വരാം. 1916 മൈസൂർ ഭരിച്ചിരുന്ന കൃഷ്ണരാജ വോഡയാർ നാലാമന്റെ ദീർഘവീക്ഷണത്തിൽ നിന്നാണ് ലോകപ്രശസ്തമായ മൈസൂർ സാൻഡൽ സോപ്പ് പിറക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധം കാരണം യൂറോപ്പിലേക്ക് ചന്ദന തൈലം കയറ്റി അയക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ തൈലം ഉപയോഗിച്ച് സോപ്പ് നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു സർക്കാർ സോപ്പ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടു. പച്ചയും ചുവപ്പും കലർന്ന മനോഹരമായ കവറിൽ രാജകീയ ചിഹ്നങ്ങളോടെ പുറത്തിറങ്ങിയ ഈ സോപ്പ് വെറും ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിരുന്നില്ല, മറിച്ച് നമ്മുടെ വിഭവങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന സ്വദേശി സന്ദേശത്തിന്റെ സുഗന്ധമുള്ള പ്രതീകമായിരുന്നു. പാർലേജി. ചായയിൽ മുക്കി കഴിക്കുന്ന ഈ ബിസ്ക്കറ്റിന്റെ രുചി അറിയാത്ത ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടാവില്ല. നമ്മുടെ എല്ലാം കുട്ടിക്കാലത്തിന്റെ ഭാഗമായ പാർലേജി സ്വദേശി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ മോഹൻലാൽ ദയാൽ എന്ന മുംബൈക്കാരനായ വ്യാപാരിയാണ് ഇതിന്റെ പിന്നിൽ. ബ്രിട്ടീഷ് ബിസ്ക്കറ്റുകൾ സമ്പന്നർക്ക് മാത്രം താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്ന കാലത്ത് സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന പോഷക സമൃദ്ധമായ ഒരു ബിസ്ക്കറ്റ് എന്ന ആശയത്തിൽ നിന്നാണ് 1929 പാർലെ ഗ്ലൂക്കോ എന്ന പേരിൽ ഈ ബിസ്ക്കറ്റ് ജനിക്കുന്നത്. ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിച്ച ആദ്യത്തെ ബിസ്ക്കറ്റുകളിൽ ഒന്നായിരുന്നു ഇത്. പിന്നീട് G4 ജീനിയസ് എന്ന ടാഗ് ലൈനോടെ പാർലേജിയായി മാറിയ ഈ ബിസ്ക്കറ്റ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റുകളിൽ ഒന്നായി മാറി. ആ മഞ്ഞ കവറും അതിലെ പെൺകുട്ടിയുടെ ചിത്രവും ഒരു നൂറ്റാണ്ടിനോട് അടുക്കുമ്പോഴും ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ മായാതെ നിൽക്കുന്നു. ബോറോലിൻ, റൂത്ത് ഹഫ്സ, മൈസൂർ സാൻഡൽ സോപ്പ്, പാർലേജി ഇവയെല്ലാം വെറും ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു വലിയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാൻ ഒരു ജനത കണ്ടെത്തിയ വഴികളിൽ ഒന്നായിരുന്നു സ്വാശ്രയത്വം. ആ പോരാട്ടത്തിൽ നിന്ന് പിറവിയെടുത്തത് കാലത്തെ അതിജീവിച്ച ഈ ബ്രാൻഡുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെയും കഠിനാധ്വാനത്തെയും എന്തിനേയും അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവിനെയുമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ബ്രാൻഡുകളുടെ കഥ നമുക്ക് പ്രചോദനമാകട്ടെ. മണി ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.